നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീഹരേ. ഓം ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഭഗവാൻ പാലകൻ രചിച്ചൊരീ വിണ്ണിൽ ജനിച്ചു ഞാനിഹ വളർന്നിതാർത്തനായി. മഹാവിഷ്ണു തവ വിവിധ വേഷങ്ങൾ അതിമനോഹര കളികളോർക്കവേ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. തവലീല പറഞ്ഞ ഭയമേകുവാൻ പരമഭക്തനായവരോധിക്കണേ. ക്ഷരദേഹം വിട്ടു കഥാക്ഷരരൂപ ഭഗവത് ലീലകളുരച്ചുരച്ചു ഞാൻ. പരമപാവനമവിടുത്തെ ധാമം വരിക്കണമെന്നോരെളിയ ചിന്തയാൽ ജലാധിവാസനാം വികുണ്ഠനാഥൻ തൻ തിരുമൈ ഹൃത്തിലായി വിളങ്ങിടേണമേ. മുടങ്ങിടാതനവരതമെപ്പോഴും മമ നാവിൽ നാരായണ നാമം സദാ. മനഃശുദ്ധിക്കുമെൻ ദുരിതശാന്തിക്കും ജപിക്കുവാനായിട്ടനുഗ്രഹിക്കണേ. മമ മരണമങ്ങടുക്കും വേളയിൽ മുരളിയൂതിയാവരവും കാത്തു ഞാൻ. മധുരയിൽ പിറന്നുടനമ്പാടിയിൽ വളർന്നു ഗോക്കളെ പരിപാലിച്ചൊരാ. യദുനാഥനെന്നെ എടുത്തു ഗോലോക പരിപാവനമാം സവിധമാക്കുവാൻ. തവ നാമം നാവാൽ സദാ ജപിക്കുവാൻ കഴിയണേ കൃഷ്ണ ഭവക്കടൽ താണ്ടാൻ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിലെ 9ാമത്തെ സ്കന്ധത്തിലെ 13ാമത്തെ അധ്യായം മുതൽ ചന്ദ്രവംശരാജാക്കന്മാരെ കുറിച്ചാണ് പറയണത്. ബ്രഹ്മാവ്, വസിഷ്ഠൻ, ശക്തി, പരാശരൻ, വ്യാസൻ, പാണ്ഡു, അർജുനൻ, അഭിമന്യു, പരീക്ഷിത്ത്, ഇങ്ങനെ വേണമെങ്കിൽ ആ ഒരു പരമ്പര ഇങ്ങനെ ചിന്തിക്കാം. അതേപോലെ ഭഗവാൻ ബ്രഹ്മാവ്, അത്രി, ചന്ദ്രൻ, ബുധൻ, പുരൂരവസ്, ആയുസ്, ക്ഷത്രവൃദ്ധൻ, സുഹോത്രൻ, ഗൃത്സമദൻ, ശുനകൻ, ശൗനകൻ, ഇങ്ങനെ ശൗനകന്റെ പരമ്പര ഇങ്ങനെ സ്മരിക്കാം. ശൗനകൻ സൂതനിൽ നിന്നും ഭാഗവതം കേട്ടു. അതാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരീക്ഷിത്ത് ശ്രീശുക ബ്രഹ്മർഷിയിൽ നിന്നും ഭാഗവതം കേട്ടു. അതാണ് സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞത്. ഇപ്പം ഇവിടെ ലവകുശന്മാരുടെ രാമായണത്തിലെ വംശം, ശ്രീരാമൻ്റെ വംശത്തെയാണ് ഏറ്റവും ഒടുക്കമായിട്ട് 12ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. അതിനുശേഷം ഈ നിമി ഇക്ഷ്വാകുവിൻ്റെ മകൻ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് വസിഷ്ഠനോട് പറഞ്ഞു. അപ്പോൾ ആവാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഓർമ്മ വന്നത്, ഈ ആചാര്യവരണം കൂടി കഴിഞ്ഞു. അതാണ്. അതിൻ്റെ ശേഷം എനിക്ക് സ്വർഗത്തിലൊരു യാഗമുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പം നിമി നവയോഗികളിൽ നിന്ന് ഭാഗവതധർമ്മം കേട്ടതാണ്. ആയുസ് എപ്പോൾ വേണം എങ്കിലും തീരാം. അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കാര്യമാകുമ്പോൾ അത് വേഗം ചെയ്യണം എന്നൊരു നിയമമുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ യാഗം വേഗം നടത്തി തന്ന സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മാത്രമല്ല, ഇവിടുത്തെ വ്യത്യാസം, സ്വർഗത്തിലെ വ്യത്യാസം വേറെ,
കാലവ്യത്യാസം ഇവിടെ അത്ര കാലം കിട്ടില്ലല്ലോ. വളരെ ഇവിടെ ഒരു കൊല്ലം വേണം സ്വർഗത്തിലെ ഒരു ദിവസം കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങിപ്പോൾ പോയി കഴിഞ്ഞാൽ നീ എപ്പോഴാണ് വരിക? അപ്പോഴേക്ക് ഞാൻ ഉണ്ടാവുമോ എനിക്കറിയില്ല. അങ്ങ് ഇത് ആദ്യം കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അത് കൂട്ടാക്കിയില്ല. ഏത് കാര്യമാണോ ആദ്യം തീരുമാനിച്ചത് അത് തന്നെ വേണം ആദ്യം ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പോൾ നിമിക്കത് അത്ര സമ്മതമായില്ല. നിമി ഗൗതമനെ ഗുരുവാക്കിക്കൊണ്ട് ഇവിടെ യാഗം നടത്തി. വസിഷ്ഠൻ ഇന്ദ്രൻ്റെ യാഗത്തിന് പോയ സമയത്തേക്ക് ഇവിടെ യാഗം നടന്നു. വസിഷ്ഠൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ കാര്യം മനസ്സിലായി. അത് അത്ര സമ്മതമായില്ല. അപ്പം ശപിച്ചു, നിന്റെ ദേഹം വീണു പോകട്ടെ. ദേഹം കാരണമാണല്ലോ ഇപ്പോൾ ഈ അഭിമാനം ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ അത് വീണു പോവോ എന്നൊക്കെ സംശയിച്ചുകൊണ്ട് ഗുരുവിനെ തിരസ്കരിച്ചു. അതാണ്, ഗുരുവിനെ തിരസ്കരിക്കാൻ പാടില്ല. അപ്പോൾ അത് സമ്മതമായില്ല. ദേഹം വീണു പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നിമി വസിഷ്ഠനെയും ശപിച്ചു, അങ്ങയുടെ ദേഹവും വീണു പോകട്ടെ. നിമി രാജർഷിയാണ്, വസിഷ്ഠൻ ബ്രഹ്മർഷിയാണ്, നാരദൻ ദേവർഷിയാണ്. അപ്പോൾ ഇവിടെ ബ്രഹ്മർഷിയും രാജർഷിയും തമ്മിലായി മത്സരം. സ്വതേ പാടില്ലാത്തതാണ്, പക്ഷേ സംഭവിച്ചു പോയി. വസിഷ്ഠൻ ഈ ശാപം കിട്ടിയ സമയത്ത് ബ്രഹ്മാവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ശരീരം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് അഗസ്ത്യനും ശരീരമില്ലാണ്ട് നിൽക്കുക. അപ്പോൾ മിത്രാവരുണന്മാർക്ക് ഉർവശിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആഗ്രഹം വന്നു. അത് ബീജം സ്ഖലിച്ചു. അതിനെ ഒരു കുടത്തിലാക്കി. അഗസ്ത്യനും ഈ വസിഷ്ഠനും ആ ബീജത്തിലുണ്ടായിരുന്നു. രണ്ടുപേരും ആ കുടത്തിൽ വളർന്നു. അത് പൊട്ടിച്ചു. രണ്ടുപേരും യഥാകാലം ജനിച്ചു. വസിഷ്ഠന് ഈ ആദ്യത്തെ ജന്മത്തിൽ എന്തൊക്കെ കഴിവുകളാണോ ഉള്ളത് അത് മുഴുവനെ വേണം. രൂപം, ജ്ഞാനം തൊട്ടുള്ള സകല കാര്യങ്ങളും. അങ്ങനെ ബ്രഹ്മാവ് അത് അനുവദിച്ച് കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ അഗസ്ത്യൻ ശിവതുല്യനായിട്ട് തീരുകയും ചെയ്തു. അപ്പോൾ ഈ കുടത്തിൽ നിന്നുണ്ടായത് കൊണ്ട് അവരെ കുംഭയോനികൾ എന്നാണ് പറയുക. രണ്ടുപേരും കുംഭയോനികളാണ്. അപ്പം നിമി വസിഷ്ഠന് ശരീരം കിട്ടി. അപ്പം അതുകൊണ്ട് അങ്ങേക്കും ശരീരം വേണ്ടേ എന്ന് ഈ ഹോതാക്കൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരീരം വേണ്ട എന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ പ്രാരബ്ധം തീർന്നിട്ടില്ല. അപ്പം എന്ത് വേണമെന്നായി. അപ്പം എല്ലാവരും കൂടി നിശ്ചയിച്ചു, ദേവകൾ ഇതിന് പരിഹാരം കുറച്ച് കാലം കർമ്മം ചെയ്യണം, പക്ഷേ കർമ്മം ബാധിക്കരുത്. അപ്പം അതിനുള്ള സൂത്രവഴി ആലോചിച്ചപ്പോഴാണ് പറഞ്ഞത്, തീരുമാനം വന്നത് കണ്ണിൻ്റെ ഇമ ഇങ്ങനെ വെട്ടൽ. അപ്പം അത് പ്രാരബ്ധമൊന്നും വരണില്ല. അപ്പോൾ ആ കണ്ണിൻ്റെ ഇമയിൽ ഈ നിമിക്ക് സ്ഥാനം കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നിമിഷം നമ്മൾ ഇടയ്ക്കൊന്ന് കണ്ണ് വെട്ടുന്നതിന് നിമിഷം എന്നാണ് പറയുക ആ സമയം. അങ്ങനെ ഒന്ന് ചെയ്യുന്നത് ആ നിമിയുടെ ഒരു പ്രാരബ്ധമായിട്ട് മാറി എന്നാണ്. അപ്പോൾ ഇത് എത്ര കാലമാണോ ഈ നിമിയുടെ പ്രാരബ്ധം തീർക്കേണ്ട അത്രയും കാലം ഈ ഇമയിൽ വേണ്ടി വരും. ഗോപികളുടെ ശാപമൊക്കെ ഉണ്ട്. കാരണം ഇടയ്ക്ക് കണ്ണൊന്ന് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടയ്ക്കുമ്പോൾ അത്രയും നേരം കൃഷ്ണനെ കാണാൻ പറ്റില്ലല്ലോ. നമുക്ക് ഈ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് നമുക്ക് ഒന്നും കാണാനില്ലാണ്ടേ പോകുന്നില്ല. പക്ഷേ അവർക്ക് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കണ്ണടച്ച് തുറക്കൽ വലിയ നഷ്ടബോധമാണ്. അപ്പം അതുകൊണ്ട് ശപിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ശാപം ഈ സാധാരണ മഹർഷിമാരൊക്കെ ശപിച്ചു കഴിഞ്ഞാൽ അതിനൊരു അപ്ലൈ അനുഭവിക്കേണ്ടിയൊക്കെ വരും. ഇത് അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. അവർ ശപിച്ചു, അത്രയേ ഉള്ളൂ. അത് ശാപത്തിന് ശക്തി ഇല്ലായിട്ടല്ല കേട്ടോ. ശാപത്തിന് ശക്തി ഉണ്ട്, നല്ല ശക്തിയാണ്. പക്ഷെ അതിവിടെ നിമിക്കത് അനുഭവിക്കേണ്ടി വന്നില്ല എന്ന് സാരം. അതായത് അവർ എപ്പോഴും ഈ പ്രേമഭക്തി ആയതുകൊണ്ട് അവർക്ക് ഒരാളെയും ഒരു തരത്തിലും ഇനി എന്ത് കാരണമായാലും ശരി ഒരു വിഷമം ഉണ്ടാവരുതെന്നുള്ളത് ഒരു വാശി പോലെയാണ്. കൃഷ്ണൻ്റെ വിരഹം സഹിക്കാൻ വയ്യാതെ കണ്ട്
ഞങ്ങൾ കൃഷ്ണനെ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കൃഷ്ണനെ ആവശ്യപ്പെടുന്നു എന്നുള്ളത് ഉദ്ധവ അവിടെ ചെന്ന് പറയണ്ട കേട്ടോ, കൃഷ്ണന് വിഷമമായിച്ചാലോ. കൃഷ്ണന്റെ ഒരു ഉത്തരവാദിത്വത്തിന് അത് ഭംഗം വന്നു വെച്ചാൽ അപ്പം ഞങ്ങൾ കാരണക്കാരായിട്ട് മാറില്ലേ. അപ്പം അതുകൊണ്ട് ഈ കാര്യം അവിടെ പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞ ഗോപികളാണ്. അപ്പോഴാണ് ഉദ്ധവൻ വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണു അഭീക്ഷണശ യാസാം ഹരികഥോൽ ഗീതം പുനാതി ഭുവനത്രയം പറഞ്ഞ് നമസ്കരിച്ചത്. പാദത്തിൻ്റെ അല്ല, പാദത്തിൻ്റെ ധൂളിക്കാണ് നമസ്കരിച്ചത്. ഗോപികളുടെ സ്ഥാനം അത്ര മീതിയാണ്. അപ്പോൾ അവരുടെ ശാപത്തിന് ഫലമുണ്ട്, അത് ഉറപ്പാണ്. ഇവിടെ അവർക്ക് ആ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് അത് സംഭവിച്ചില്ല എന്നേ ഉള്ളൂ. ദോഷമൊന്നും സംഭവിച്ചില്ല, ശാപമില്ലായിട്ടല്ല, ദോഷം സംഭവിച്ചില്ല, അതാണ്. അപ്പോൾ നിമിക്ക് ഇങ്ങനെ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തു. പിന്നീട് മുനികൾ അവിടെ രാജാവില്ല, അപ്പോൾ നിമിയുടെ ശരീരം അങ്ങോട്ട് കളഞ്ഞു. അപ്പോൾ അതിൽ ഒരു പുരുഷനുണ്ടായി, അതാണ് ജനകൻ. പിന്നെ വിദേഹൻ ആയി, അതായത് ജഡത്തിൽ നിന്ന് ഉണ്ടായത്, ദേഹത്തിൽ നിന്നല്ല ഉണ്ടായത്, ഔരസപുത്രനല്ല, ജഡത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ ഈ വേനനായാലും പൃഥുവായാലും അങ്ങനെയാണ് ഉണ്ടായത്. എന്ന കൂട്ടത്തിൽ ഇവിടെ വിദേഹൻ എന്ന് പേര് വന്നു. പിന്നെ മഥനം ചെയ്തു, കടയാണല്ലോ ഉണ്ടായത്, അതുകൊണ്ട് മിഥിലൻ എന്ന് പേര് വന്നു. അപ്പോൾ നിമി, ജനകൻ, വിദേഹൻ, മിഥിലൻ എന്നൊക്കെ ഈ മിഥില രാജാക്കന്മാർക്ക് പേരുണ്ട് എന്ന് സാരം, അതാണ്. ഈ സീതയുടെ അച്ഛൻ സീരധ്വജൻ, സീതയുടെ അമ്മ സുനയന, അങ്ങനെയാണ്. അത് ഈ കലപ്പ കൊണ്ട് ഉഴുമ്പിളാണ് സീതയെ കിട്ടിയത്. അപ്പോൾ വളർത്തച്ഛനും വളർത്തമ്മയാണ്. അവിടെ സീരധ്വജനാണ് സീതയുടെ അച്ഛൻ, മറ്റേ സുനയനയാണ് അമ്മയായിട്ട് വരിക, സീതയുടെ അമ്മയായിട്ട് വരിക. പിന്നെ അതിൽ മിഥില രാജാവിന് മകൻ ഉഭാവസു, സുകേതു, ഹര്യശൻ, വിശ്രുതൻ, ഇങ്ങനെയൊക്കെ. പിന്നെ മഹാധൃതി, സ്വർണരോമാവ്, കുശധ്വജൻ, ധർമ്മധ്വജൻ, ഇങ്ങനെ പരമ്പരകൾ കുറേ. കേശിധ്വജൻ, അതുപോലെ കേശിധ്വജൻ്റെ പ്രത്യേകത ബ്രഹ്മവിദ്യയിൽ വളരെ സമർത്ഥനായിരുന്നു എന്നാണ്. ഖാണ്ഡിക്യൻ വൈദിക കർമ്മങ്ങളിൽ അതികേമനായിരുന്നു. അങ്ങനെ മഹാകേമന്മാർ ഇതിലുണ്ടായിട്ടുണ്ടെന്ന് പറയാണ്. ശുചി, സദ്യോജാതൻ, ശ്രുതായുസ, ചിത്രരഥൻ, സമരഥൻ, സത്യരഥൻ, ഉപഗുപ്തൻ, ജയൻ, വിജയൻ, ഋതൻ, ശുനകൻ, ബഹുലാശൻ, കൃതി, ഇതൊക്കെ മിഥില രാജാക്കന്മാരാണ്. എത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കുറേ പേരുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ ജനകൻ, മിഥിലൻ, നിമി, വിദേഹൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യും. ഈ യാജ്ഞവൽക്യൻ, അഷ്ടാവക്രൻ, പഞ്ചശിഖൻ, ഇതേപോലെയുള്ള മഹാഋഷിമാരുടെ ഉപദേശം കേട്ട് പരമ പവിത്രമായിട്ടുള്ള ശുദ്ധഹൃദയന്മാരാണ് ഈ നിമി രാജാക്കന്മാർ മുഴുവൻ എന്ന് പ്രത്യേകം എടുത്ത് പറയാണ്. ആ കുലത്തിലാണ് യാദവൻ ഉണ്ടായത്, അത് പറയാൻ വേണ്ടിയിട്ടാ. അപ്പം അതിനുശേഷം ചന്ദ്രവംശത്തെ പറയുകയാണ്. പുരൂരവസ് ആദ്യത്തെ ചന്ദ്രവംശ രാജാവ്. ഭഗവാനിൽ ഈ താമര, ബ്രഹ്മാവ്, ഭഗവാന്റെ നാഭിയിലെ താമര, താമരയിലെ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ മകൻ അത്രി, അത്രിയുടെ ആനന്ദ കണ്ണീരാണ് ചന്ദ്രൻ ആയിട്ടുണ്ടായത് എന്നാണ്. അത്രി അനസൂയ ദമ്പതികൾ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവർ സന്താനമായിട്ട് വരാമെന്ന് ഈ അത്രി അനസൂയമാരെ അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അംശമായിട്ട് ചന്ദ്രനും ശങ്കരാംശമായിട്ട് ദുർവാസാവും ഭഗവാൻ വിഷ്ണുവിൻ്റെ അംശമായിട്ട് ദത്താത്രേയൻ അല്ലെങ്കിൽ ദത്തൻ എന്ന പേരിലും അവതരിച്ചു. അപ്പോൾ അതിൽ ഈ ചന്ദ്രൻ ബ്രഹ്മാംശമാണ്. ചന്ദ്രൻ്റേതായിട്ടുള്ള കഴിവുകളൊക്കെ കണ്ടതുകൊണ്ട് മഹായാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓഷധി രാജാവായിട്ട് ബ്രഹ്മാവ് അവരോധിച്ചു. നക്ഷത്രങ്ങൾക്ക് രാജാവായിട്ട് ഉടുപതി എന്ന രീതിയിൽ പ്രഖ്യാപിച്ചു. അങ്ങനെ ഉന്നത സ്ഥാനങ്ങൾ നേടി. രാജസൂയൊക്കെ ചെയ്ത് 3 ലോകം ജയിച്ച് കുറച്ചൊരു അഹങ്കാരി ആവുകയും ചെയ്തു. അതാ രസം. അപ്പം ആ സമയത്താണ് ഗുരുവിൻ്റെ ഭാര്യ താരയെ സ്വീകരിച്ചതും ആ താരയിൽ ബുധൻ ഉണ്ടായതും. വ്യാഴത്തിൻ്റെ ഭാര്യ അത് യാഗസമയത്ത് അവിടെ വന്നപ്പോൾ പിന്നെ പോയില്ല. അപ്പം ആ സമയത്ത് ഈ വ്യാഴം ഇന്ദ്രനോട് പറഞ്ഞ്
ചന്ദ്രനുമായിട്ടൊരു യുദ്ധം, അത് ദേവാസുര യുദ്ധമായിട്ട് താരയുദ്ധമായിട്ട് മാറി. അപ്പം അങ്കിരസ് ബ്രഹ്മാവിനോട് പറഞ്ഞ് യുദ്ധമൊക്കെ നിർത്തിച്ചു. ഗർഭിണിയായിട്ടുള്ള ആ താര പ്രസവിച്ചു. അതാണ് ബുധൻ. ബുധനെ ചന്ദ്രനും ഗുരുവും ആവശ്യപ്പെട്ടു. പിന്നെ താര പറഞ്ഞു ഈ ഉണ്ണി ചന്ദ്രൻ്റേതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഉണ്ണിയെ കൊടുത്തോളൂ വസിഷ്ഠ എന്ന് പറഞ്ഞു. അങ്ങനെ താര ചന്ദ്രൻ്റെയും താരയുടെയും മകനായിട്ട് ബുധൻ ഉണ്ടായി എന്ന് പറയാണ്. ആ ബുധൻ ഇളാവൃതത്തിൽ വെച്ച് ഈ മനുവിൻ്റെ മകള് ഇള സുദ്യുമ്നായിട്ട് അവിടെ ഇളാവൃതത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പെണ്ണായി വീണ്ടും ഇളയായി. അപ്പോൾ ആ ഇളയെ ഈ ബുധൻ കണ്ട് വേലി കഴിച്ചു. അതിൽ ഉണ്ടായ ആദ്യത്തെ പുത്രനാണ് പുരൂരവസ്. അപ്പോൾ പുരൂരവസ് ഈ ചന്ദ്രവംശം സ്ഥാപിച്ചു, ചന്ദ്രരാജവംശം സ്ഥാപിച്ചു. പുരൂരവസിൻ്റെ സൗന്ദര്യം, സൽഗുണം, കഴിവ്, പിന്നെ എന്തൊക്കെയാ ചോദിച്ചാൽ ശരിയ അനവധിയുണ്ട് മേന്മകൾ. ഉർവശിക്ക് മിത്രാവരുണന്മാരുടെ ശാപമുണ്ട്, 59 വർഷം ഭൂവാസം വേണമെന്ന്. അപ്പോൾ ആരുടെ കൂടെയാണ് ജീവിക്കേണ്ടത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ ചന്ദ്രൻ്റെ പേരക്കുട്ടൻ പുരൂരവസ്ഥ വളരെ കേമനാണെന്ന് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയാം എന്ന് കണക്കാക്കിക്കൊണ്ട് ഉർവശി ഭൂമിയിലെത്തി ഈ പുരൂരവസ്ഥനെ കണ്ടു. കുശലം പറഞ്ഞു. ആരാണ്, എവിടെയാണ്, എവിടുന്നാ വരണേ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ കണ്ടും പറഞ്ഞുകൊണ്ടും പ്രേമാണല്ലോ. അപ്പോൾ അതിൻ്റേതായ രീതിയിലൊക്കെ അവിടെ സംവാദങ്ങൾ. അതിനുശേഷം ഈ പുരൂരവസ്ഥനോട് പറഞ്ഞു ഉർവശി, എനിക്ക് അങ്ങേ വിവാഹം കഴിക്കാൻ വിരോധമൊന്നുമില്ല. 2-3 കാര്യങ്ങൾ ഡിമാൻഡായിട്ടുണ്ട്. ഒന്ന്, എനിക്ക് വളർത്താനായിട്ട് 2 ആടിൻ്റെ കുട്ടികളെ ഞാൻ കൊണ്ടുവന്നുണ്ട്. ഈ ആടിൻ കുട്ടികളെ അങ്ങ് നോക്കണം. അതേപോലെ താമരപ്പൂ ഗന്ധമാണ് ഈ ഉർവശിക്ക്. എനിക്ക് നെയ്യ് മാത്രമേ കഴിക്കാൻ പറ്റൂ, ആഹാരം. അപ്പോൾ അത് സംഭവിച്ചു, 2 സംഭവിച്ചു. അതേപോലെ ഈ നഗ്നത, അത് മൈഥുന സമയത്ത് മാത്രമേ കാണാവൂ, അതും രാത്രി. ഇത് നിർബന്ധമാണ്. അത് അംഗീകരിക്കാൻ പറ്റിച്ചാൽ അത് തെറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ പോകും. അതിന് സമ്മതമാണോ ചോദിച്ചു. അപ്പോൾ ഈ കാമം അത് മാക്സിമായി. ഈ താമരപ്പൂവിൻ്റെ ഗന്ധം ഇങ്ങനെ വന്നിട്ടേ ഇപ്പം വേണം എന്നുള്ള മട്ടായി പുരൂരവസന്. എല്ലാം സംഭവിച്ചു. അങ്ങനെയാ 2 പേരും മതിവരോളം ഭോഗിച്ചു എന്നാണ്. മതിയായില്ല. എന്നിട്ടും 59 കൊല്ലം. ഇനി 1 കൊല്ലം നമുക്ക് കൂട്ടിച്ചേർക്കാം. 60 കൊല്ലത്തോളം ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടായിട്ടും അതിലൊന്നും സന്താനങ്ങൾ ഉണ്ടായില്ല കേട്ടോ. ഭോഗിച്ച് മതിയായതുമില്ല. എന്നിട്ട് പൂവാറായപ്പോഴാണ് സന്താനം. അതാരസം. അതും അപ്പോൾ ഗർഭമായിട്ടുള്ളൂ. ഇന്ദ്രൻ തൻ്റെ സഭയിൽ ഈ ഉർവശി നഷ്ടമായി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടമായി. 59 കൊല്ലം കഴിഞ്ഞ് ഉർവശി ഇല്ലാതെ കണ്ട് ഈ സഭ അത്ര ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗന്ധർവന്മാരെ വിളിച്ചു. അവരെ പോയിട്ട് ഉർവശിയെ പോയിട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗന്ധർവന്മാരിവിടെ വന്നപ്പോൾ രാത്രി സമയമാണ്. ആട്ടിൻകുട്ടികളെ കട്ടു. എന്നിട്ട് മാത്രമല്ല അവരെ ഒന്ന് കരയിക്കുകയും ചെയ്തു. അപ്പോൾ പുരൂരവസ്ഥനെ കുറേ ചീത്ത പറഞ്ഞു. എൻ്റെ ആട്ടിൻകുട്ടികളെ ആരോ കൊണ്ടുപോയിട്ടുണ്ട്, ശബ്ദം കേൾക്കാല്ലേ, അവിടെ കൂടെ കിടക്കുകയാണ്. അപ്പോൾ പുരൂരവസ്ഥന് ഇതെന്തേ മനസ്സിലായില്ല, കാമത്തിൻ്റെ ആധിക്യം കൊണ്ടേ. അപ്പോൾ ഉർവശി ഇവിടെ പോവാറായി, ഇന്ദ്രലോകത്തേക്ക് പോവാറായി. ഇത് മനുഷ്യനല്ലേ, പുരൂരവസ്ഥ മനുഷ്യനാണ്, ഉർവശി അപ്സരസാണ്. അപ്പോൾ നപുംസകം എന്നൊക്കെ വിളിച്ചും കൊണ്ട് നല്ലോണം അധിക്ഷേപിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ഭർത്താവ് എന്നുള്ള നിലയ്ക്കല്ല, ഭീരു, നപുംസകം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഈ 2 ആട്ടിൻകുട്ടികളെ രക്ഷിക്കാൻ പറ്റാത്ത ആൾ ഈ ഭൂമി ഭരിക്കുകയൊക്കെ എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു. പുരൂരവസ്ഥ ഒന്നും നോക്കാതെ കണ്ട് വാളെടുത്ത്, അല്ലെങ്കിൽ എന്താ ആയുധച്ചാൽ അത് കിട്ടിയ ആയുധെടുത്ത് പോയി. അപ്പോൾ ഗന്ധർവന്മാർ ഈ പുരൂരവസ്ഥ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു മിന്നലുണ്ടാക്കിയപ്പോൾ നഗ്ന ശരീരമാണ്. അത് കണ്ടു, ഉർവശി കണ്ടു. അത് നിയമത്തിൻ്റെ ലംഘനമായിപ്പോയി. അപ്പോൾ ഉർവശി പറഞ്ഞു, അങ്ങ് നിയമം തെറ്റിച്ചിരിക്കുന്നു, എൻ്റെ ആട്ടിൻകുട്ടികളെ അങ്ങക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇതാ നഗ്നത ഞാൻ കാണുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് ഇത് ശരിയല്ല, ഞാൻ എന്താ പോവാണ് എന്ന് പറഞ്ഞു.
ഉർവശി അങ്ങൊരു പുരുഷനല്ലേ? ഉർവശി പറയാണ്, സ്ത്രീകള് സ്വന്തം കാര്യം നോക്കാൻ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. അങ്ങ് ഞങ്ങളുടെ കാപട്യം മനസ്സിലാക്കിയിട്ടില്ല. അങ്ങ് സമാധാനിക്കൂ. ഇനി എന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നാലെ വരണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ പുരൂരവസ്ഥന് ഒട്ടും സമ്മതമായില്ല. എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പം 59 കൊല്ലം കഴിഞ്ഞ് ഇവിടെ നിൽക്കാൻ നിർത്തിയില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ ദേവലോകത്തെ അപ്സരസ്ത്രീ അല്ലേ, എനിക്ക് അവിടെ ഡ്യൂട്ടീസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കൊല്ലത്തിൽ ഒരു ദിവസം ഇവിടെ വരാം, എന്നിട്ട് അങ്ങക്ക് സന്താനത്തെയും തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഉർവശി ഗർഭിണിയാണ്. ഞാൻ 1 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഉണ്ണിയെ കൊണ്ടുവരാം. അങ്ങനെ കുരുക്ഷേത്രത്തിൽ വെച്ച് ഈ പിറ്റത്തെ കൊല്ലം ഉണ്ണിയെ കൊടുത്തു എന്നാണ്. അങ്ങനെ ഓരോ കൊല്ലം ഇങ്ങനെ വന്നു എന്നാണ്. 6 കൊല്ലം ഇങ്ങനെ വന്നു അത്രേ. അതിലാണ് ഈ പുരൂരവസ്ഥന് ഉർവശിയില് ആയുസ്, ശ്രുതായുസ്, സത്യായുസ്, രയൻ, വിജയൻ, ജയൻ 6 ഉണ്ണികളുണ്ടായി. എന്നിട്ടും ഈ പുരൂരവസ്ഥന് മതിയായില്ല. അപ്പോൾ ഉർവശി പറഞ്ഞു, അങ്ങ് ഗന്ധർവന്മാരെ സന്തോഷിപ്പിക്കൂ, അവര് അങ്ങക്ക് അതിനുള്ള മാർഗം പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഗന്ധർവന്മാര് ഈ പുരൂരവസ്ഥന്റെ ഭജന തപസ് കണ്ടിട്ട് ഒരു പാത്രം കൊടുത്തു. ഈ പാത്രത്തിൽ നിന്ന് അഗ്നി കിട്ടും, ആ അഗ്നി ഉപയോഗിച്ച് യാഗം ചെയ്തു കഴിഞ്ഞാൽ ഉർവശിയുടെ അടുത്ത് എത്താം എന്ന് ഗന്ധർവന്മാർ പറഞ്ഞു. പാത്രം കിട്ടി. ഗന്ധർവന്മാർ മറഞ്ഞു. ഈ പാത്രം വഴിയിൽ വെച്ച് രാജാവ് മടങ്ങി. അപ്പോഴേക്കും ഇവിടെ രാജാവിൻ്റെ ആയുസ് തീർന്നു, കൃതയുഗം കഴിഞ്ഞു. അപ്പോൾ ആ കൃതയുഗം കഴിഞ്ഞപ്പോൾ ഈ പാത്രം അവിടെ ഇരുന്നു. പിന്നെ ത്രേതായുഗമാണ്. ആ ത്രേതായുഗം തുടങ്ങുന്ന സമയത്ത് പുരൂരവസ്ഥ വീണ്ടും ജനിച്ചു. അപ്പോൾ ഈ പാത്രത്തിൻ്റെ കാര്യം ഓർമ്മ വന്നു. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് പാത്രം വെച്ച സ്ഥലം മനസ്സിലായി. പാത്രം കിട്ടിയില്ല, അവിടെ വലിയൊരു അരയാൽ നിൽക്കണം. ആ അരയാലിൻ്റെ ഒരു കൊമ്പ് മുറിച്ചെടുത്തു. അതൊക്കെ ദേവന്മാർ സൂചന കൊടുക്കുക എന്തൊക്കെ ഉണ്ടായി. അതിൽ താഴത്ത് ഉർവശിയായിട്ട് സങ്കല്പിച്ചു, മുകളിൽ പുരൂരവസ്ഥായിട്ട് സങ്കല്പിച്ചു 2 അരണി കഷ്ണങ്ങൾ, മറ്റേ മരത്തിൻ്റെ കഷ്ണങ്ങൾ. നടുവിൽ പുത്രൻ എന്ന നിലയ്ക്ക് അത് ഉണ്ടാവട്ടെ എന്ന് കണക്കാക്കി. പിന്നെ കുഴയായിട്ട് തിരിക്കുക എന്ന സങ്കല്പത്തിൽ അതിനെ അമർത്തി തിരിക്കാൻ തുടങ്ങി. അങ്ങനെ സ്വയമേവ തിരിച്ചപ്പോഴാണ് അതിൽ അടിയിൽ നിന്ന് ഈ പുത്രൻ എന്ന രീതിയിൽ അഗ്നി ഉണ്ടായത്. അപ്പോൾ അരണി കടഞ്ഞാൽ അഗ്നി ഉണ്ടാവും. ആ അഗ്നി പുത്രൻ എന്ന നിലയ്ക്കും ആ അഗ്നി വിദ്യ എന്ന നിലയ്ക്കും, അതേപോലെ ഈ അഗ്നിയാണ് കാര്യസാധ്യത്തിനൊക്കെ എന്ന നിലയ്ക്ക്, ധനമായാലും വിദ്യയായാലും രാജ്യലാഭമായാലും സകലതും ഈ അരണിയിൽ നിന്ന് ഉണ്ടായ തീയിൽ എന്ത് ഹോമിച്ചാലും ആ ഹോമവസ്തുക്കൾ അതാത് ദേവന്മാർക്ക് കൊടുക്കാൻ സ്വാഹാദേവി തയ്യാറാവുകയും ചെയ്തു. ആ ഹോമകുണ്ടത്തിൽ നിന്ന് ഈ ഹവിസിനെ സ്വീകരിക്കാൻ ദേവന്മാരും അത് പ്രതിജ്ഞാബദ്ധരായി തീർന്നു. അപ്പം അതുകൊണ്ട് ഹോമം ചെയ്യുന്ന വസ്തുക്കൾ ദേവകൾ വന്ന് സ്വീകരിച്ചോളും. ചെറിയ ചെറിയ ലോപങ്ങളൊന്നും അത്ര സാരമാക്കണില്ല എന്നാണ്. മന്ത്രം ചൊല്ലിയിട്ട് ദേവകൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഹോമവസ്തു എന്തായാലും നെയ്യാച്ചാൽ നെയ്യ്, ഹവിസാച്ചാൽ ഹവിസ്, അതെല്ലാം മറ്റ് വസ്തുക്കൾ ചമത, പുല്ല്, അങ്ങനെ പലതുണ്ടല്ലോ, അതൊക്കെ ഹോമിക്കാറുണ്ട്. അപ്പം, അട, മറ്റേ കൂട്ട്, പായസം, പാല്, ഇതൊക്കെ ഹോമിക്കാറുണ്ട്. പിന്നെ ഈ എള്ള തുടങ്ങിയുള്ള കാര്യങ്ങൾ മറ്റു പലതും ഉണ്ട്. ഇതൊക്കെ അതാത് ദേവന്മാർ സ്വീകരിക്കും. ഇങ്ങനെ അരണി കടഞ്ഞിട്ട് അഗ്നി ഉണ്ടാക്കിയിട്ട് ഈ പുരൂരവസ് യാഗം ചെയ്തു. യാഗത്തിൻ്റെ ഫലമായിട്ട് ഇഹസുഖം മുഴുവൻ കിട്ടി, മുക്തി കിട്ടി. ഇങ്ങനെ ജാതവേദസ് എന്ന ആ അഗ്നിക്ക് പേരുണ്ടായി. ആ ജാതവേദസ് എന്ന അഗ്നിയെ മകനായിട്ട് സങ്കല്പിച്ചു. ഭഗവാൻ മഹാവിഷ്ണുവിന് യാഗം ചെയ്തുകൊണ്ട് പുരൂരവസ് മനഃശുദ്ധി നേടി, മുക്തിക്ക് അർഹത നേടി. ജാതവേദസ്യ സനവാമസോമം രാധേതോ നിദഹാദിവേദ സന പരിഷദതി ദുർഗാണി വിശ്വ നാവേവ സിന്ധും ദുരിതാത്യഗ്നി എന്ന മന്ത്രം. ഈ മന്ത്രം കൊണ്ട് തൃഷ്ടുപ്പ് എന്നാണ് ഇതിൽ പറയുക. ഈ മന്ത്രം കൊണ്ട് എല്ലാ ദേവന്മാരെയും
സന്തോഷിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന ദേവൻ എന്നില്ല, എല്ലാ ദേവന്മാർക്കും ഈ മന്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് സമർപ്പണം ചെയ്യാൻ സാധിക്കും, സന്തോഷിപ്പിക്കാൻ സാധിക്കും. സമർപ്പിച്ചു കഴിഞ്ഞാൽ ഹവിസ്തോ എന്താ വെച്ചാൽ അത് കൊടുക്കുന്ന ആജ്യാദികൾ എന്ന് സാരം. അങ്ങനെ ജാതവേദസ് എന്ന അഗ്നി ഉണ്ടായതെല്ലാം അവിടെ പറഞ്ഞു. അതിനുശേഷം ആദ്യം വേദമുണ്ടായി, ഒരു മാത്ര. പിന്നെ അതിൽ നാരായണൻ ബ്രഹ്മാവസ്ഥയിലാണ് ഈ അഗ്നി എന്നുള്ളത് നാരായണന് സമമാണ്. നാരായണ സമോ ഗുണൈഹി ആണ്. അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ, നാരായണൻ, അഗ്നി ഇതൊക്കെ ഒന്നാണ്. ആദ്യം ഈ പുരൂരവസ്ഥ ഉണ്ടായിരുന്ന കാലത്ത് വേദം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു ദൈവമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു അഗ്നിയേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു സൂര്യനെ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു വർണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, ഹംസം എന്ന വർണ്ണം. പിന്നെ വ്യാസൻ അതിനെ 4 ആക്കി. അതാണ് 4 വേദം 49 അഗ്നികളായിട്ട് മാറി, 49 ഈ വായുക്കളായിട്ട് മാറി. ഋഗ്വേദം അത് ബഹ്വഋജം എന്നാണ് അതിൻ്റെ പേര്. ഋക്കുകളായിട്ട് അനവധി ബ്രാഹ്മണ മുഖം ആയിട്ട് മാറി എന്നാണ്. അതേപോലെ യജുസ് ക്ഷത്രിയം, അത് കൈകൾ എന്ന നിലയ്ക്ക്. അതേപോലെ സാമം വൈശ്യ തുട, അഥർവം ശൂദ്രൻ പാദ്. ഇവിടെ ഭഗവാൻ നാരായണന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണര് ഉണ്ടായി. ആ ബ്രാഹ്മണര് ഋഗ്വേദത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഊർധ്വലോക ഗമനത്തെ സാധിച്ചു. ഭഗവാന്റെ കൈകളിൽ നിന്ന് ക്ഷത്രിയർ ഉണ്ടായി. അതേപോലെ ഭഗവാന്റെ ഊരുകളിൽ നിന്ന് വൈശ്യരുണ്ടായി, ഭഗവാന്റെ പാദത്തിൽ നിന്ന് ശൂദ്രരുണ്ടായി. അതേപോലെ തന്നെ ബ്രഹ്മചര്യ വ്യവസ്ഥ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടായത്. പഠനം തൊട്ടുള്ള പ്രത്യേക ഉപാസനയിലൂടെ ഭഗവാങ്കലെത്താൻ സാധിക്കും. അതിനുള്ള ജ്ഞാനത്തെ ആ സമയത്ത് കിട്ടും. ഭഗവാന്റെ അരക്കെട്ടിൽ നിന്ന് ഗാർഹസ്ഥ്യമുണ്ടായി. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പരമ്പര വർദ്ധിക്കുക എന്നത് ഈ ഭഗവത് ഇച്ഛയായിട്ട് നടന്നുകൊണ്ടേയിരിക്കണം. ഭഗവാന്റെ മാറിടത്ത് നിന്ന്, വക്ഷത്തിൽ നിന്ന് വാനപ്രസ്ഥം എന്നുണ്ടായി. ദ്വന്ദ്വ സഹനത്തിനുള്ള എക്സസൈസായിട്ട്, പരിശീലനമായിട്ട്, തപസ്സായിട്ട് അത് മാറി. ഭഗവാന്റെ ശിരസിൽ നിന്ന് സന്യാസം എന്നുണ്ടായി. അത് സർവത്തെയും ഉപേക്ഷിക്കുക എന്ന ഭാവത്തിൽ ഋഷിമാരെല്ലാം അതിനെ സ്വീകരിച്ചു. ഇങ്ങനെ അഗ്നിയുടെ പ്രഭാവത്തെ ഭൂമിയിലേക്ക് എത്തിച്ചതായിട്ടുള്ള ഒരു രംഗത്തെ ഈ പുരൂരവസ്ഥൻ്റെ ആവശ്യം കണക്കാക്കിക്കൊണ്ട് ഗന്ധർവന്മാരാൽ കൊടുക്കപ്പെട്ട ആ പാത്രത്തിൽ നിന്ന് ഉണ്ടായ ആലിന് അതിവിശേഷമായിട്ടുള്ള പ്രാധാന്യം. കാരണം അതിൽ ഈശ്വരൻ കുടിയിരിക്കുന്നു എന്നതാണ്. പേരാലായാലും അരയാലായാലും ഒരേപോലെ തന്നെയാണ്, എങ്കിലും രണ്ടിനും പ്രാധാന്യമുണ്ട്. അതിന് ശേഷമാണ് ഈ പരശുരാമാവതാരത്തെ 2 അധ്യായങ്ങളെ കൊണ്ട് പറയണത്. പുരൂരവസിന് ഉർവശിയിൽ 6 പുത്രന്മാരുണ്ടായി. അതിൽ ജയന്റെ വംശത്തിൽ ഹോത്രകൻ തൊട്ടുള്ള ആൾക്കാർ. ഹോത്രകന്റെ മകൻ ജഹ്നു ഗംഗയെ, ജഹ്നു മഹർഷിയാണ് ആചമിച്ചത്. ജഹ്നുവിൻ്റെ പുത്രിയായിട്ട് ജാഹ്നവി എന്ന പേരിൽ ഗംഗ അറിയപ്പെട്ടു. ആ ജഹ്നുവിൻ്റെ പുത്രനാണ് പൂരു. ജഹ്നു മഹർഷിയുടെ പുത്രനാണ് ഈ പൂരു. അതിൽ കുശൻ, കുശാംബു, ഗാധി, പൂരുവിൻ്റെ വംശത്തിലാണ് ഗാധി. ആ പൂരുവിൻ്റെ വംശത്തിലുള്ള ഗാധിയുടെ മകൾ സത്യവതി. ആ സത്യവതി അതിൽ മക്കളില്ല. ഭൃഗുവംശജനായിട്ടുള്ള ഒരു ഋചീകൻ എന്ന ഒരു മഹർഷി വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലെത്തി. അപ്പോൾ ഋചീകൻ തപസ്യാണ്, മഹായോഗിയാണ്, അനവധി കഴിവുകളുണ്ട്, നല്ല ഉപാസനയുണ്ട്. അപ്പോൾ ഋചീകൻ്റെ ശരീരവും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും അത്ര തൃപ്തി വരില്ല. ഋചീകൻ ഈ ഗാധിയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് അങ്ങയുടെ മകളെ വിവാഹം ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗാധി പറഞ്ഞു, എനിക്ക് പണയമായിട്ട് 1000 വെള്ളക്കുതിര
ഒരു ചെവി കറുപ്പ് നിറം, അങ്ങനെ ഉള്ള കുതിരകളെ തരണം എന്ന് പറഞ്ഞു. അത് വരുണലോകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഋജീകൻ നേരെ വരുണലോകത്ത് പോയിട്ട് വരുണനെ കണ്ടു, കുതിരയെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ വരുണൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുതിരയെ കൊടുത്തു. ഈ ഋജീകൻ ഈ സത്യവതിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. സത്യവതി പറഞ്ഞു, എനിക്ക് പുത്രൻ വേണമെന്ന് പറഞ്ഞു. സത്യവതി ഒന്നുകൂടിയും പറഞ്ഞു, എൻ്റെ അമ്മയ്ക്കും പുത്രന്മാരില്ല, അമ്മയ്ക്കും പുത്രൻ വേണം എന്ന് പറഞ്ഞു. ആ അമ്മയും പറഞ്ഞു മരുമകനോട്, എനിക്കും പുത്രൻ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഋജീകൻ 2 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ജ്യോതിസ് ഈ കലശത്തിൽ മന്ത്രഭൂതമായിട്ട് ജലത്തിൽ ആവാഹിച്ചു. അതിനെ മന്ത്രഭൂതമാക്കുക ഒരുപാട് പണികളുണ്ട്. മന്ത്രം അനവധി ഉരുക്കഴിക്കൊക്കെ വേണം. അങ്ങനെ പുംസവന ജലം എന്നതിന് പറയാം. അപ്പോൾ അത് 2 തരത്തിൽപ്പെടുത്തും. ഒന്ന് ക്ഷാത്ര തേജസ്, ഒന്ന് ബ്രാഹ്മണ തേജസ്. അങ്ങനെ ഋജീകൻ വളരെ കഷ്ടപ്പെട്ട്, എന്നുവെച്ചാൽ ഋജീകന് കഷ്ടപ്പെട്ടുണ്ടായിട്ടല്ല, അതിന് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊക്കെ വേണ്ടേ. ഉപാസനയ്ക്ക് അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. എത്ര കാലം വേണ്ട വെച്ചാൽ അത്ര കാലം. അപ്പോൾ അതിനൊരു തേജസ്സിനെ കൊടുക്കണം. അപ്പോൾ നമുക്ക് മന്ത്രം അറിയാം, നമുക്ക് ഈ തേജസ്സിനെ കൊടുക്കാറില്ല. മന്ത്രം തൊട്ട് ജപിക്കാനൊക്കെ നമുക്കും അറിയും. ഏത് മന്ത്രമാണോ വെച്ചാൽ നമുക്ക് നല്ല വേദജ്ഞർക്ക് അറിയുന്നു. വേദം അറിയുന്ന, വേദം പഠിച്ചവർക്ക് അത് ചെയ്യാൻ കഴിയും. അത്രയേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോരോ മന്ത്രങ്ങൾ അറിയുണ്ടാവുക, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് അറിവിൻ്റെ ഈ ആധിക്യത്തിനനുസരിച്ച് പലതും ചെയ്യാൻ സാധിക്കും. അപ്പോൾ വേദം മുഴുവനെ ബൈഹാർട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവർ നല്ലോണം പ്രയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ഈ യോഗാദികളെ മുഴുവൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ പല സിദ്ധികളുമുണ്ട്. ഇന്നും നമ്മുടെ ഈ ഭാരതത്തിൽ അങ്ങനത്തെ ആളുകളുണ്ട്. ആർക്കും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവരാൽ ചെയ്യപ്പെടും. പക്ഷെ അവരെന്താ വെച്ചാൽ അതൊരു ബിസിനസ് ആക്കാറില്ല. അവർ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ എല്ലാവരാലും അറിയപ്പെട്ടുകൊണ്ട് അതൊന്നും പതിവില്ല. നമ്മളെപ്പോലുള്ള ഈ ഒരു അറിവില്ലാത്തവർ ഇതിൽ കൂടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയല്ല, വ്യത്യാസമുണ്ട്. അവരാരോട്ട് സമീപിക്കാറുമില്ല, അവരങ്ങനെ ഒരു ഉദ്ദേശത്തിൽ നടക്കണമില്ല. അവരുടെ കഴിവുകൾ അവരിൽ തന്നെ ഇരിക്കുകയാണ്. അത് ലോകഹിതത്തിന് വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് അവരതിനെ ഈ പാറ്റൻ്റ് എടുക്കാറില്ല, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൽ ചൂഷണങ്ങളില്ല, അവർ ഒന്നും സമ്പാദിക്കണമില്ല. അവരുടെ സമ്പാദ്യം എന്നുള്ളത് ഭഗവാനാണ്. ആ സമ്പാദ്യം നമ്മളെ കുട്ടിയെ കിട്ടൂല. നമുക്ക് ഭൗതികമായിട്ട് നേട്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കാം, അത്രയേ ഉള്ളൂ. യശസ്സും കിട്ടും, പൈസയും കിട്ടും, 4 ആളെ അറിയുകയും ചെയ്യും. പക്ഷേ അതങ്ങനെയല്ല, അതൊരു വല്ലാത്ത സമ്പ്രദായമാണ്. അപ്പം അങ്ങനെയുള്ള ആ ഋജീകനെയാണ് ഈ കാര്യത്തിന് ഏൽപ്പിച്ചത്. അപ്പം അത് കൊടുത്തു, 2 പേർക്കും കൊടുത്തു. പക്ഷേ അവിടെ ചെറിയൊരു അബദ്ധം പറ്റി. ഋജീകൻ്റെ ഈ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ ഗാധിയുടെ പത്നി സത്യവതിയുടെ അമ്മ ആ സ്വാർത്ഥം കുറച്ച്, ക്ഷാത്ര തേജസ്സാണല്ലോ, അപ്പോൾ കുറച്ചൊരു സ്വാർത്ഥം വന്നു എന്നാണ്. സ്വന്തം പത്നിക്ക് കൂടുതൽ തേജസ്സുള്ള മകനെ കൊടുക്കും, മറ്റതിപ്പോൾ മകളുടെ അമ്മയ്ക്ക് ഒരു മകൻ ഉണ്ടാവും എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചു. ഈ കലശത്തിലെ ജലം 2 പേരോടും കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് 2 പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു, എല്ലാ പണിയും കഴിഞ്ഞിട്ട്. അമ്മ ഈ സൂത്രം കണ്ടിട്ട് മകളോട് പറഞ്ഞു, ആ വെള്ളം എനിക്ക് തരൂ, എൻ്റെ വെള്ളം അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. മകൾ നിസ്വാർത്ഥയാണ്. പിന്നെ അമ്മയ്ക്ക് രാജാവ് എന്നുള്ള നിലയ്ക്ക് വലിയ ആളാണല്ലോ ഉണ്ടാവേണ്ടത്. അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് കൂടുതൽ നല്ല ഉണ്ണി ഉണ്ടായിക്കോട്ടെ, എൻ്റെ ഭർത്താവ് എന്തായാലും എന്നെ രക്ഷിക്കും, ഉറപ്പാണ്. ഭർത്താവിൻ്റെ ആ വീര്യ തേജസ് കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി കുടിച്ചു. ഈ വിവരം സത്യവതി പറയുകയും ചെയ്തു. അപ്പോൾ ഋജീകൻ പറഞ്ഞു, വലിയൊരു അബദ്ധം പറ്റിയല്ലോ. ഋജീകനിപ്പോൾ പറയേണ്ട വിഷയമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ മനസ്സിലായി അബദ്ധം പറ്റി. എന്താ അബദ്ധം പറ്റിയത്? ഞാൻ രാജാവിന് ഗാധിക്ക് ക്ഷാത്ര തേജസ്സുള്ള ഉണ്ണി ഉണ്ടാവാനാണ് അതിൽ തേജസ് ചേർത്തത്. നീ എൻ്റെ പത്നിയല്ലേ, അപ്പോൾ ബ്രാഹ്മണ തേജസ്സല്ലേ വേണ്ടത്, ബ്രഹ്മ തേജസ്സാണ് ഞാൻ അതിൽ ചേർത്തത്. അപ്പോൾ രാജാവിന് ബ്രാഹ്മണൻ ആയിട്ടുണ്ടായാൽ രാജ്യം ഭരിക്കുമോ? പിന്നെ നിന്റെ മകൻ രാജാവാകുമ്പോൾ അത് അച്ഛന് ദോഷമല്ലേ? എങ്ങനെ ഒരു അബദ്ധം പറ്റാൻ, ഇങ്ങനെ ഒരു സ്വാർത്ഥം? അത് എന്നോട് പറയണ്ടേ? അങ്ങനെ എന്തെങ്കിലും സംശയം വെച്ചാൽ പറയണ്ടേ, ഭർത്താവിനോട് പറയണ്ടേ? അത് പറയാണ്ട് ചെയ്ത് വലിയ അബദ്ധമായില്ലേ? അതാണ് നമ്മൾ എന്ത് കാര്യമായാലും ശരി,
ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ലോണം പറഞ്ഞ് അറിഞ്ഞ് അങ്ങനെയൊക്കെ പെരുമാറണം. അല്ലെങ്കിൽ ഇതേപോലത്തെ അബദ്ധങ്ങളൊക്കെ പറ്റും. അപ്പോൾ നിസ്വാർത്ഥയാണ് ഈ സത്യവതി. എനിക്ക് ക്ഷാത്ര തേജസ്സുള്ള ഉണ്ണി വേണ്ട, ബ്രാഹ്മണ തേജസ്സുള്ള ഉണ്ണി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഋചികൻ പറഞ്ഞു, അത് ഈ പരമ്പരയിൽ ഉണ്ടാവാതിരിക്കില്ല. ഒരു കാര്യം ചെയ്യാം, നിന്റെ മകൻ ബ്രാഹ്മണ തേജസ് തന്നെ ആയിക്കോട്ടെ, മകൻ്റെ മകൻ ക്ഷാത്ര തേജസ്സായിട്ട് വരും. അപ്പോഴേക്കും നിന്റെ പേരക്കൂട്ടനാവുമല്ലോ, നിനക്കത് സാരമില്ല, അങ്ങനെ പോരെ ചോദിച്ചു. അങ്ങനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സത്യവതിയുടെ പുത്രനായിട്ടുള്ള ബ്രാഹ്മണ തേജസ്സോട് കൂടിയിട്ട് ഉണ്ടായത് ഉണ്ണിയാണ് ജമദഗ്നി. ഋചീകന്റെയും സത്യവതിയുടെയും പുത്രനായിട്ട് ജമദഗ്നി ഉണ്ടായി. ആ ജമദഗ്നിക്ക് പത്നിയായിട്ട് കിട്ടിയത് രേണുകയാണ്. ജമദഗ്നി രേണുക പുത്രനായിട്ട് പരശുരാമൻ ഭഗവാൻ തന്നെ ഉണ്ടായി എന്നാണ്. അപ്പോഴേക്കും ഇവിടെ ഭൂഭാരം വല്ലാതെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ക്ഷാത്ര തേജസ് ബ്രാഹ്മണരെ മുഴുവൻ ദ്രോഹിക്കുക എന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഹൈഹയ വംശം എല്ലാ സാത്വികതയും നഷ്ടപ്പെട്ട് നാശത്തിൻ്റെ വക്കില. പരമ്പരയാണെന്ന് വെച്ചാൽ അനവധി ഉണ്ടേനി. ആ സമയത്താണ് ജമദഗ്നിക്ക് ഈ രേണുകയിൽ പരശുരാമൻ ഭഗവാന്റെ അംശമായിട്ട് തന്നെ പരശുരാമൻ എന്ന പരശു മഹാദേവൻ കൊടുത്ത, പരശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടാലി അല്ലെങ്കിൽ മഴു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഉണ്ണി ഉണ്ടായത്. അപ്പോൾ അതിൽ 5 പുത്രന്മാരുണ്ടായി. ഒടുക്കത്തെയാണ് ഈ പരശുരാമൻ. ആ സത്യവതി കൗശികി നദിയിൽ തൻ്റെ ഈ കാര്യം നടന്നല്ലോ. അപ്പം മറ്റേ പേരക്കുട്ടനും കൂടിയായി. അപ്പം അതുകൊണ്ട് മുക്തയായി. അതിനുശേഷം ഹൈഹയ കുലാന്തകനായിക്കൊണ്ട് പരശുരാമൻ അറിയപ്പെട്ടു എന്നാണ്. 21 വട്ടം ഈ കാർത്തവീര്യാർജുനൻ്റെ വംശത്തെ മുഴുവൻ വധിച്ചു. എന്നിട്ട് സമന്തപഞ്ചക തീർത്ഥം, കുരുക്ഷേത്രത്തിലൊരു വലിയ തീർത്ഥമാണ്, രക്തം കൊണ്ട് ഉണ്ടാക്കിയതാ. ഈ രാജാക്കന്മാരുടെ രക്തം ഒന്നിച്ച് വന്ന് വീണപ്പോൾ ഉണ്ടായിട്ടുള്ള കുളമാണ്, സരസ്സാണ്. 5 സരസ്സുണ്ട്. സമന്ത പഞ്ചക തീർത്ഥം എന്നാണ്. അതിൽ ഒടുക്കത്തെ ഈ ഒരു ഉണ്ണിയെ, ഈ ഹൈഹയ വംശത്തിലെ കാർത്തവീര്യാർജുനൻ്റെ വംശത്തിലെ ഒടുക്കത്തെ ഒരു ഉണ്ണിയെ ഈ തുടയിൽ ഗർഭം ധരിച്ച ഒരു സ്ത്രീ. മാത്രമല്ല ഉണ്ണി ഉണ്ടായ സമയത്ത് പരശുരാമൻ ഇങ്ങനെ 21ാമത്തെ വട്ടം വരണ സമയത്ത് ഈ ഉണ്ണിയെ എല്ലാവരും കൂടിയിട്ട് സ്ത്രീകൾ മറച്ചു പിടിച്ചു. സ്ത്രീകൾ ഒന്നിച്ച് കൂട്ടമായിട്ടിരുന്നു. ഉണ്ണി അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു. പരശുരാമനെ അറിയാഞ്ഞിട്ടല്ല, ആ ഉണ്ണി മാത്രമേ ഉള്ളൂ. ഇനി ആ ഉണ്ണിയിലൂടെ വേണം പരമ്പര ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ആ ഉണ്ണി നാരീ കവചൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഉൽമുഖൻ എന്ന ആ പേര്, ഉണ്ണിയുടെ പേരതാ. അത് ഈ സ്ത്രീകൾ ഇങ്ങനെ കവചം ചെയ്ത് പരശുരാമനിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ട് നാരീ കവചൻ എന്ന പേര് വന്നു. ഹൈഹയൻ ഇത്ര വലിയ തെറ്റെന്താ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പരീക്ഷിത്. അപ്പോൾ ശ്രീശുഖ മഹർഷി പറഞ്ഞു, ഹൈഹയൻ കാർത്തവീര്യാർജുനൻ ഭഗവാൻ തന്നെയാണ്. പരശുരാമനും ഭഗവാൻ തന്നെയാണ്, ഈ കാർത്തവീര്യാർജുനനും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആ രാജാവിന് 1000 കൈയുണ്ടായിരുന്നു, നല്ല വില്ലാളിയായിരുന്നു, 23 സിദ്ധികൾ സ്വായത്തമാക്കിയായിരുന്നു. ഒരു തരത്തിലും പരാജയം എന്നുള്ളത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെയുള്ള വരം തപസ് ചെയ്തുകൊണ്ട് ഭഗവാനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. മഹാദേവനിൽ നിന്നും വരം വാങ്ങിയിട്ടുണ്ടാവാനാണ് സാധ്യത. തപസ് ആരെ ചെയ്തെന്നുള്ളതിൽ ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹം മഹാവീരനായിട്ടുള്ള വീര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. ഈ 1000 കയ്യ് ഉണ്ടായില്ല. അപ്പോൾ ഈ നർമ്മദയിൽ ഒരിക്കൽ ജലക്രീഡ ചെയ്യുന്ന സമയത്ത് പത്നിമാരൊക്കെ ഉണ്ട്, അനവധി പത്നിമാരുണ്ട്. അവർ ജലക്രീഡയ്ക്ക് തയ്യാറായിട്ട് വന്നപ്പോൾ നർമ്മദയിൽ വെള്ളം കുറച്ച് കുറവാണ്. അപ്പോൾ 1000 കൈയാണ്ട് വിടർത്തി വെച്ചു. വെള്ളം ഒരു തുള്ളി പുറത്തേക്ക് പോകണ്ടേ. അപ്പോൾ വെള്ളം ഇങ്ങനെ ധാരാളം വെള്ളമായി. ജലക്രീഡ നടന്നുകൊണ്ടിരിക്കുക. ജലക്രീഡയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് മറ്റേ ഈ കാർത്തവീര്യാർജുനൻ നീട്ടപ്പോൾ വെള്ളം ഒന്നിച്ച് പോവുകയും ചെയ്തു. പക്ഷേ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പതിവുണ്ട്. അങ്ങനെ ഒരു തവണ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് രാവണൻ അവിടെ സന്ധ്യാവന്ദനത്തിന് വേണ്ടിയിട്ട് വന്നായിരുന്നു പുഴയിൽ. അപ്പോൾ കുറച്ച് ദൂരെയാണ്, ഇത് കണ്ടില്ല, രാവണൻ ഇത് അറിയില്ല.
കൈ കണ്ട് വിട്ടതോട് കൂടിയിട്ട് രാവണൻ ഒലിച്ചു പോയി. രാവണൻ ഈ വെള്ളത്തിൽ ഒലിച്ചു പോയപ്പോൾ രാവണന് ശുണ്ഠി വന്നു. ഇതെന്താ ഇപ്പം ഇങ്ങനെ വെള്ളം വരാൻ? അപ്പം അന്വേഷിച്ചപ്പോഴാണ് കാർത്തവീര്യാർജുനാണ് ഇങ്ങനെ പത്നിമാർക്ക് ജലക്രീഡ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയതെന്നും 1000 കൈകളെ കൊണ്ട് ഇങ്ങനെ ലീല ഇടയ്ക്കിടയ്ക്ക് പതിവുണ്ടെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ എല്ലാവരോടും യുദ്ധം ചെയ്യണ കൂട്ടത്തിൽ തന്നെ രാവണൻ കാർത്തവീര്യാർജുനോട് യുദ്ധം ചെയ്തു. കാർത്തവീര്യാർജുനൻ രാവണനെ പിടിച്ചിട്ട് വധിക്കേണ്ടെന്ന് നിശ്ചയിച്ചു. കാരണം നല്ല ന്യായ, ഞാനല്ല വധിക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ജയിലിലിട്ടു. ജയിലിട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്ത പ്രശ്നമായി, എല്ലാവർക്കും വിഷമായി. രാവണന്റെ മുത്തശ്ശൻ പുലസ്ത്യ വംശമാണ്. അദ്ദേഹം വന്നിട്ട് ഈ കാർത്തവീര്യാർജുനോട് പറഞ്ഞു, പേരക്കുട്ടനെ വിടൂ, ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. രാക്ഷസ വംശം അദ്ദേഹത്തിന് രാജാവായിട്ട് കണക്കാക്കിയിരിക്കല്ലേ, അങ്ങയോടൊപ്പം എന്തായാലും അങ്ങനെ സംഭവിച്ചു, വിടണം എന്ന് പ്രാർത്ഥിച്ചു. ഓ ശരി, എന്നായിക്കോട്ടെ, രാവണ പോയിക്കോളൂ. അങ്ങനെ രാവണൻ ഇത്ര അപമാനിക്കപ്പെടാനില്ല, അങ്ങനെ അപമാനിക്കപ്പെട്ടു ഈ കാർത്തവീര്യാർജുനെ കൊണ്ട്. അങ്ങനെയുള്ള ഈ പുലസ്ത്യന്റെ അനുഗ്രഹവും അതൊക്കെ കാർത്തവീര്യാർജുനന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ കാർത്തവീര്യാർജുനൻ നായാട്ടൊക്കെ കഴിഞ്ഞ് മടങ്ങണ സമയത്ത് ഒരു ദിവസം കുറച്ച് ക്ഷീണാവസ്ഥയിലെത്തി. ഭക്ഷണവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഈ ജമദഗ്നിയുടെ ആശ്രമത്തിലെത്തിയത്. ജമദഗ്നിയുടെ ആശ്രമത്തിൽ കാമധേനുണ്ട്. അപ്പോൾ കാമധേനു ഈ സൈന്യങ്ങൾക്കും കാർത്തവീര്യാർജുനൊക്കെ ആഹാരം കൊടുത്തു, വളരെ കൂടുതലായിട്ട് കൊടുത്തു. അപ്പോൾ വളരെ സന്തോഷമായി. അപ്പോൾ ഇതൊക്കെ എവിടുന്നാ കിട്ടിയേ എന്നായി. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പശു തന്നതാണ്, കാമധേനു തന്നതാണ്. എന്നാൽ കാമധേനുവിന് എനിക്ക് തരൂ എന്ന് പറഞ്ഞാൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹോമദ്രവ്യം അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാ. അപ്പോൾ ചുണ്ടി വന്നു. ആ ബലമായിട്ട് കൊണ്ടുപോയി മാഹിഷ്മതി എന്ന കൊട്ടാരത്തിലേക്ക് ഈ ഹൈഹയ രാജാവ് കാർത്തവീര്യാർജുനൻ ഈ കാമധേനുവിനെ കൊണ്ടുപോയി. അപ്പോൾ പരശുരാമന് കോപം വന്നു. അച്ഛനെ ധിക്കരിച്ചതായിട്ട് രാജാവിനെ ശിക്ഷിക്കണം എന്ന് കണക്കാക്കിക്കൊണ്ട് ശിവൻ കൊടുത്തതായിട്ടുള്ള മഴുവെടുത്ത് ഒറ്റയ്ക്ക് കാർത്തവീര്യാർജുനൻ്റെ അടുത്ത് ചെന്നു. സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു. പരശുരാമൻ ഈ 1000 കയ്യും അറുത്തു. പിന്നെ കാർത്തവീര്യാർജുനൻ്റെ തലയറുത്തു. അപ്പോൾ കാർത്തവീര്യാർജുനന് 10,000 പുത്രന്മാരുണ്ട്. അവരൊക്കെ യുദ്ധത്തിന് വന്നു. അവരൊക്കെ കുറേ എന്ന് വെച്ചാൽ മുഴുവനായില്ല, കുറച്ച് ബാക്കിയുണ്ട്, ഒരു 100 ബാക്കിയുണ്ട് കൊണ്ട്. എന്തായാലും അത്ര മുഴുവൻ വധിച്ചു. അപ്പോൾ ജമദഗ്നി ഈ കാര്യമൊക്കെ അറിഞ്ഞു. അപ്പോൾ ജമദഗ്നി പരശുരാമനെ വിളിച്ചു പറഞ്ഞു, പരശുരാമ, നീ ചെയ്തത് വലിയ കഷ്ടമായില്ലോ. നീ ഭഗവാൻ തന്നെയാണ്, അതല്ലാന്ന് പറയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാർ അനുകരിക്കില്ലേ, രാജാവിനെ ഇങ്ങനെ വധിക്കാൻ പാടുമോ? രാജാവിൽ ഭഗവാനല്ലേ ഉള്ളത്. അപ്പോൾ കാർത്തവീര്യാർജുനൻ ഭഗവാനാണ്. അപ്പോൾ ഭഗവാന്റെ അംശത്തെ ഇങ്ങനെ വധിക്കാൻ പാടുമോ? അപ്പോൾ അതുകൊണ്ട് നീ പരിഹാരം ചെയ്യണം. അപ്പോൾ എന്താ പരിഹാരം ചെയ്യേണ്ട അച്ഛാ? തീർത്ഥയാത്ര ചെയ്തോളൂ. ബ്രാഹ്മണന് ക്ഷമയല്ലേ അതിൻ്റെ ലക്ഷണമായിട്ട് തന്നെ പറയണത്. ആ ശരി, ആയിക്കോട്ടെ, ഞാൻ ചെയ്യാലോ. എന്നാൽ ഒരു കൊല്ലത്ത് തീർത്ഥയാത്ര ചെയ്തോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പരശുരാമനെ തീർത്ഥയാത്രയ്ക്ക് വിട്ടു ജമദഗ്നി. അങ്ങനെ ആ 15-ാമത്തെ അധ്യായം അവിടെ അവസാനിച്ചു. 15, 16 ഒരുമിച്ചാണ് സദ്യ വായിക്കേണ്ടത്. ഇപ്പോൾ സമയം കുറച്ചായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്തതിൽ പറയാം. ഇനി തീർത്ഥയാത്ര കഴിഞ്ഞ് വരലും പിന്നെ വീണ്ടും ജമദഗ്നിയെ ഈ കാർത്തവീര്യാർജുനൻ്റെ പുത്രന്മാരെ കാപട്യത്തിൽ വധിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അടുത്തതിൽ അത് വിസ്തരിച്ച് പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഇതൊന്നും സാധാരണഗതിയിൽ ഭാഗവത സപ്താഹവേദിയിൽ പറയാൻ അത്ര പറ്റില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞ് വരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അത് കേൾക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കഥകളായിട്ട്, ആദ്യം കഥാരുചിയാണല്ലോ വേണ്ടത്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോൾ പല തത്വങ്ങളും ഇനി ഉപദേശങ്ങളൊക്കെ വരണ്ടല്ലോ. അപ്പോൾ നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, നാരായണ നാരായണ.